പേളിമാണിയെ അമ്മേനോട് നമുക്കതൊന്നുകൂടെ ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരേ ഒരു ഐറ്റം. അപ്പോൾ പട്ട, കുരുമുളക്, ഗ്രാമ്പു, പെരിഞ്ചീരകം, കാഷ്യൂനട്ട് കശകശ അരച്ചെടുത്ത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ക്രഷ് ചെയ്തെടുത്ത്, മല്ലിയിലും പുതിനയിലും അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിക്കാം. എന്നിട്ട് 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് സ്പൈസസും 2 സവാള വളരെ നൈസായി അരിഞ്ഞതും ഇട്ട് നന്നായി വഴന്നു വന്നതിന് ശേഷം കുറച്ച് പുതിനയിലിട്ട് വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാർന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതിട്ട് പച്ചമണം മാറുന്നത് വരെ വീണ്ടും വഴറ്റിയിട്ട് മല്ലിയിലയും പുതിനയിലയും അരച്ച് ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ആക്കുക. എന്നിട്ട് ആദ്യം അരച്ചെടുത്ത കാഷ്യൂനട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് വഴറ്റിയിട്ട് അതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞ അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റ് മിക്സ് ആക്കിയിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ട് വേവിച്ച മീറ്റ് ചേർത്ത് 2 മിനിറ്റ് വീണ്ടും മിക്സ് ആക്കണം. എന്നിട്ട് മീറ്റ് വേവിച്ച വെള്ളം കൂടി ചേർത്ത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ടൈമിൽ 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ. ആ ക്ലിപ്പ് മിസ്സായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാമെന്ന് പറയുന്ന ആ ചെട്ടിനാട് ബിരിയാണി ഇവിടെ റെഡി. അടിപൊളിയാണ് കേട്ടോ.